Welcome to our YouTube channel M4Edu 2290. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ യൂണിറ്റ് 1 ഒരു പാർട്ടായിട്ടുള്ള ഒരു പോയമാണ്. എ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പോയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നോക്കാം, ഈ ഫ്രണ്ട് എന്നുള്ള പോയം എഴുതിയതാരാന്ന് നമുക്ക് ആദ്യം നോക്കാം. എബൌട്ട് ദ പോയറ്റ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സുഹൃത്തുക്കൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരു ഫ്രണ്ടിനെ കുറിച്ചുള്ള ഒരു പോയമാണ് നമ്മുടെ പോയറ്റ് ആയിട്ടുള്ള എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് എഴുതിയിട്ടുള്ളത്. നമുക്ക് പോയറ്റിനെ കുറിച്ച് നോക്കാം. എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് 1881-1959 വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടിൽ ജനിച്ച എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റിന്റെ ഒരു പോയമാണ് ദ ഫ്രണ്ട്, എ ഫ്രണ്ട് എന്ന് പറയുന്നത്. His first poem was published at the age of 17. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് പോയം പബ്ലിഷ് ചെയ്തത് എത്രാമത്തെ വയസ്സിലാണ്? 17. He has written more than 11,000 poems. എത്ര പോയംസ് എഴുതിയിട്ടുണ്ട്? 11,000 പോയംസ് എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോയറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫാണ് തന്നേക്കുന്നത്. നമുക്ക് പോയത്തിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട് അല്ലേ? യു ഹാവ് മെനി ഫ്രണ്ട്സ്, ഹാവിൻ യു? വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം? എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്നത്? നൗ റീഡ് ദ പോയം അബൌട്ട് എ ട്രൂ ഫ്രണ്ട്. അപ്പോൾ നമുക്കും നല്ല ട്രൂ ഫ്രണ്ട്സ് കാണും അല്ലേ? നമ്മുടെ ട്രൂ ഫ്രണ്ട്സ് ആകുമ്പോൾ നമ്മുടെ എന്തൊക്കെ സഹായിക്കും? നമ്മുടെ ട്രൂ ഫ്രണ്ട്സിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? നമുക്ക് ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ സഹായിക്കും. നമ്മൾ ഒരു ദിവസം ക്ലാസ്സിൽ ചേർന്നില്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം യഥാർത്ഥ ഫ്രണ്ട് ആണെങ്കിൽ മാത്രമേ അതെല്ലാം ചെയ്യുള്ളൂ അല്ലേ? അല്ലാതെ നമ്മുടെ ഫാൾസ് ഫ്രണ്ട് ആണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ഇല്ല. ഫാൾസ് ഫ്രണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യും? നമുക്കിപ്പോൾ ഒരു എക്സാം പേപ്പർ കിട്ടി, നമുക്ക് മാർക്ക് കുറവാണെങ്കിൽ അവൻ സന്തോഷിക്കത്തേ ഉള്ളൂ അല്ലേ? അപ്പോൾ യഥാർത്ഥ ഫ്രണ്ട്, ഒരു ട്രൂ ഫ്രണ്ട് ആണെങ്കിൽ നമ്മുടെ ദുഃഖത്തിലും അവന് ദുഃഖം വരും. അങ്ങനെയാണ് ട്രൂ ഫ്രണ്ട് ചെയ്യുന്നത്. ഫാൾസ് ഫ്രണ്ട് ആണെങ്കിൽ അങ്ങനെ ചെയ്യൂ? ഒരിക്കലും ഇല്ല. അപ്പം നമ്മൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ട്രൂ ഫ്രണ്ട്സിനെ മാത്രമേ സെലക്ട് ചെയ്യാവൂ. ഓക്കെ, നമുക്ക് പോയത്തിലോട്ട് പോവാം. എ ഫ്രണ്ട്. ഫസ്റ്റ് സ്റ്റാൻസ് നോക്കാം. എ ഫ്രണ്ട് ഈസ് ഓൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ your every touch of grief and care. He comes by chance but stays my choice. Your paces he is quiet to voice. എന്താ പറയുന്നത്? A friend is on who stands to share your every touch of grief and care. ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മോടൊപ്പം എപ്പോഴും നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അല്ലേ? ആ ഫ്രണ്ട് എന്ന് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ഷെയർ ചെയ്യുമെന്നാണ് കവി പറയുന്നത്? യുവർ എവറി ടച്ച് ഓഫ് ഗ്രിഫ് ആൻഡ് കെയർ. ഗ്രിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ എല്ലാ ദുഃഖത്തിലും അവനൊരു കരുതൽ ഉണ്ടാവും അല്ലേ? ഗ്രിഫ് ആൻഡ് കെയർ എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധ, കരുതൽ എന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ഫ്രണ്ട് കൂടെ നിൽക്കും. അതായിരിക്കണം യഥാർത്ഥ ഫ്രണ്ട് എന്നാണ് കവി പറയുന്നത്. എങ്ങനെയാണ്? എ ഫ്രണ്ട് ഈസ് ഓൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രിഫ് ആൻഡ് കെയർ. ഒന്നുമില്ല, എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രണ്ട് എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാളായിരിക്കണം. എല്ലാ കാര്യങ്ങളും ആ സുഹൃത്തിനോട് ഷെയർ ചെയ്യാനും നമുക്ക് പറ്റണം. ഹി കംസ് ബൈ ചാൻസ് ബട്ട് സ്റ്റേസ് മൈ ചോയ്സ്. യുവർ പ്രൈസസ് ഹീസ് ക്വിക്ക് ടു വോയിസ്. എന്താ പറയുന്നത്? ഹി കംസ് ബൈ ചാൻസ്. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ സെലക്ട് ചെയ്ത ഒരു വ്യക്തിയല്ല, ഒന്നും ആകസ്മികമായിട്ട് നമ്മളിൽ വന്നു വിട്ട ഒരാളായിരിക്കും നമ്മുടെ ഫ്രണ്ട് അല്ലേ? അല്ലാതെ നമ്മൾ മുൻകൂട്ടി വിചാരിക്കൂ ഇതായിരിക്കണം എൻ്റെ ഫ്രണ്ട്, അവനെ മാത്രമേ ഞാൻ ഫ്രണ്ട് ആക്കൂ. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ വിചാരിക്കത്തില്ലേ? നമ്മൾ വിചാരിക്കും ഇന്ന ആളെ മാത്രമേ ഞാൻ ഫ്രണ്ട് ആക്കൂ എന്ന് വിചാരിച്ചിട്ടാണോ നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടുന്നത്? അല്ല, നമ്മൾ ബൈ ചാൻസിലാണ് നമുക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്നത് അല്ലേ? ഹി കംസ് ബൈ ചാൻസ് ബട്ട് സ്റ്റേസ് മൈ ചോയ്സ്. പിന്നെ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ കൂടെ നിൽക്കുന്നു. യുവർ പ്രൈസസ് ഹീസ് ക്വിക്ക് ടു വോയിസ്. എന്തൊക്കെയാണ് പറയുന്നത്? നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും ആ ഫ്രണ്ട് അവന്റെ ക്വിക്ക് വോയിസ് എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ നല്ല ശബ്ദത്തിൽ അവൻ പറയുന്നു. അതായത് നമ്മുടെ നല്ല കാര്യങ്ങളെല്ലാം അവൻ വാഴ്ത്തി പറയും. നമ്മുടെ സുഹൃത്ത് നല്ലൊരു സുഹൃത്താണെങ്കിൽ നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളെയും പ്രൈസ് ചെയ്യും അല്ലേ? പുകഴ്ത്തി പറയും. അല്ലാതെ നമ്മുടെ ബാഡ് ക്വാളിറ്റീസ് ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുവോ? ഇല്ല. അപ്പോൾ നമ്മുടെ സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മുടെ ബൈ ചാൻസിൽ വന്നുവിട്ട ഒരാളാണ്. പിന്നെ നമ്മുടെ നല്ല കാര്യങ്ങളെല്ലാം പ്രൈസ് ചെയ്യും. അല്ലാതെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും മറ്റൊരാളോട് പറഞ്ഞു നടക്കുന്ന വ്യക്തി ആയിരിക്കില്ല
നമ്മുടെ ട്രൂ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഒന്നുകൂടി വായിക്കാം. എ ഫ്രണ്ട് ഈസ് ഓൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. He comes by chance but stays my choice. Your praises he is quick to voice. Next നോക്കാം. No grievous fault or passing whim can make an enemy of him. And though your need be great or small, his strength is yours throughout it all. എന്താ പറയുന്നത്? No grievous fault or passing whim. Grievous fault എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ദുഃഖം തോന്നുന്ന തെറ്റുകൾ. നോ ഗ്രീവിയസ് ഫാൾട്ട്. ഗ്രീവിയസ് ഫാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ദുഃഖം ഉളവാക്കുന്ന തെറ്റുകളൊക്കെ ചെയ്താലും പാസിംഗ് വീം, അതായത് സഡൻ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ, നമുക്ക് പെട്ടെന്ന് വല്ല ആഗ്രഹങ്ങളൊക്കെ തോന്നുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പാസിംഗ് വീം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ദുഃഖം തോന്നുന്ന തെറ്റുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ? ദുഃഖം തോന്നുന്ന തെറ്റുകളോ നമുക്ക് സഡൻ ആയിട്ടുള്ള ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. ഇവിടെ പറയുന്നത് എന്താണ്? പെട്ടെന്നുള്ള തീരുമാനങ്ങളോ പെട്ടെന്നുള്ള ദുഃഖം തോന്നുന്ന തെറ്റുകളൊക്കെ അവനെ ശത്രുവാക്കാം എന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു നോ തന്നിട്ടുണ്ട് അല്ലെ? നോ ഗ്രീവിയസ് ഫാൾട്ട് ഓർ പാസിംഗ് വിം ക്യാൻ മേക്ക് ആൻ എനി ഓഫ് ഹിം. എന്താ പറയുന്നത്? നിങ്ങൾ ദുഃഖം തോന്നുന്ന തെറ്റുകളോ സഡൻ ആയിട്ടുള്ള ആഗ്രഹങ്ങളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവനെ നിങ്ങളെ ശത്രുവാക്കാൻ കഴിയില്ല. അതായത് അവനിൽ ശത്രുത ജനിപ്പിക്കാൻ, ഉളവാക്കാൻ കഴിയില്ല. അതായത് അതാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ പെട്ടെന്ന് ഒരു എടുത്തുചാടി എന്തെങ്കിലും ചെയ്താലോ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ ഒക്കെ അവന് എന്താ ക്ഷമിക്കാനുള്ള കഴിവ് കാണും. അതാണ് യഥാർത്ഥ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അവനെ നിങ്ങളെ ശത്രുവാക്കാൻ കഴിയില്ല. നല്ലൊരു ഫ്രണ്ട് ആണെങ്കിൽ ശത്രുത ഉളവാവില്ല. ആൻഡ് ദോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മാൾ, നിങ്ങളുടെ ആഗ്രഹം ചെറുതോ വലുതോ ആകട്ടെ, ഹിസ് സ്ട്രെങ്ത് ഈസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഓൾ, അവന്റെ ശക്തി നിങ്ങളോടൊപ്പം എല്ലായ്പ്പോഴും കാണും. നല്ലൊരു സുഹൃത്താണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ സുഹൃത്തിന്റെ പിൻബലം നിങ്ങൾക്ക് എപ്പോഴും ലൈഫിൽ കൂടെ ഉണ്ടാകും എന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. ഒന്നും കൂടെ വായിക്കാം. നോ ഗ്രീവിയസ് ഫാൾട്ട് ഓർ പാസിംഗ് വിം ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. ആൻഡ് ദോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മാൾ, ഹിസ് സ്ട്രെങ്ത് ഈസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാം. No matter where your path may turn, your welfare is his chief concern. No matter what your dream may be, he prays your time soon to see. എന്താ പറയുന്നത്? No matter where your path may turn. എന്താ പറയുന്നത്? No matter where your path may turn, your welfare is his chief concern. നിങ്ങൾ ഏത് വഴിയിലൂടെ തിരിഞ്ഞാലും അത് ആ ഫ്രണ്ടിനൊരു മാറ്ററേ അല്ല. അതായത് നിങ്ങൾ ഏത് വഴിയിലൂടെ തിരിഞ്ഞു പോയാലും നിങ്ങളുടെ ഫ്രണ്ട് എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? യുവർ വെൽഫെയർ, നിങ്ങളുടെ ക്ഷേമം, അതായത് നിങ്ങളുടെ നന്മ, അതായിരിക്കും അവന്റെ ചീഫ് കൺസേൺ. ആ സുഹൃത്തിന്റെ പരിഗണനയിലുള്ളത് കാര്യം എന്തായിരിക്കും? നിങ്ങൾ ഏത് വഴിയിൽ കൂടെ തിരിഞ്ഞു പോയാലും നിങ്ങളുടെ ഫ്രണ്ട് എന്താ വിചാരിക്കുന്നത്? നിങ്ങളുടെ നന്മ മാത്രമേ വിചാരിക്കൂ. അതായത് ഹിസ് ചീഫ് കൺസേൺ ഈസ് യുവർ വെൽഫെയർ. ഓക്കെ, നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി, നിങ്ങളുടെ സ്വപ്നം എന്തും ആകട്ടെ, നിങ്ങളുടെ സ്വപ്നം എന്ത് തന്നെയാകട്ടെ, ഹി പ്രേസ് യുവർ ട്രയംഫ് സൂൺ ടു സീ, എന്തായാലും നിങ്ങളുടെ സ്വപ്നം എന്ത് തന്നെയായാലും നിങ്ങളുടെ സുഹൃത്ത് എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയാണ് അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായോ? നോ മാറ്റർ വേർ യുവർ പാത്ത് മേ ടേൺ, യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ. നിങ്ങളുടെ ഫ്രണ്ടിന്റെ ചീഫ് കൺസേൺ എന്തായിരിക്കണം? നിങ്ങൾ ഏത് വഴി തിരിഞ്ഞു പോയാലും നിങ്ങളുടെ ഫ്രണ്ടിന്റെ കൺസേൺ എന്തായിരിക്കണം? യുവർ വെൽഫെയർ, നിങ്ങളുടെ ക്ഷേമം, നിങ്ങളുടെ നന്മ. നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി, നിങ്ങളുടെ സ്വപ്നം എന്ത് തന്നെയായാലും ഹി പ്രേസ് യുവർ ട്രയംഫ് സൂൺ ടു സീ. ട്രയംഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സക്സസ്, വിക്ടറി. നിങ്ങളുടെ വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ വിക്ടറിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത്. നെക്സ്റ്റ്, there is no wish your tongue can tell, but what it is your friends as well. The life of him who has a friend is double guarded to the end. എന്താ പറയുന്നത്? there is no wish your tongue can tell, but what is your friends as well. നിങ്ങളുടെ നാക്കിൽ നിന്ന് നിങ്ങളുടെ ഒരാഗ്രഹം നിങ്ങൾ പുറത്ത് പറയുന്നില്ല എന്ന് കരുതുക. അതായത് നിങ്ങളുടെ ഒരാഗ്രഹവും നിങ്ങൾ പുറത്ത് പറയുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ ഫ്രണ്ടിനും അത് തന്നെയായിരിക്കും അവസ്ഥ അല്ലേ? ബട്ട് വാട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ, നിങ്ങളുടെ ആഗ്രഹം തന്നെ ആയിരിക്കും നിങ്ങളുടെ സുഹൃത്തിൻ്റെയും ആഗ്രഹം. അതേ സെയിം ആഗ്രഹം തന്നെ ആയിരിക്കും നിങ്ങളുടെ സുഹൃത്തിൻ്റെയും. ദ ലൈഫ് ഓഫ് ഹിം ഹു വാസ് എ ഫ്രണ്ട്
ഈസ് ഡബിൾ ഗാർഡഡ് ടു ദ എൻഡ്. എന്താ പറയുന്നത്? ഇങ്ങനെയുള്ള ട്രൂ ഫ്രണ്ട്സ് ഉള്ള ഒരാളുടെ ലൈഫ് എന്ന് പറയുന്നത് ഡബിൾ ഗാർഡഡ് ടു ദ എൻഡ്, ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അല്ലേ? അതായത് നല്ല ലൈഫ് നല്ല സുരക്ഷിതമായിരിക്കും എന്നാണ് പറയുന്നത്. ഡബിൾ ഗാർഡഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ പ്രൊട്ടക്ഷൻ ആണ്. ഒന്ന് നമ്മുടെ പ്രൊട്ടക്ഷൻ, പിന്നെ ഫ്രണ്ടിന്റെയും പ്രൊട്ടക്ഷൻ നമ്മുടെ ലൈഫിൽ ഉടനീളം കാണുമെന്നാണ് കവി പറയുന്നത്. There is no wish your tongue can tell, but what it is your friends as well. The life of him who was a friend is double guarded to the end. ഇങ്ങനെയുള്ള ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ ഉടനീളം ഒരു ഡബിൾ ഗാർഡഡ്, ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കും അല്ലേ? നല്ലൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും നമ്മുടെ ലൈഫിൽ ഉടനീളം ഉണ്ടാവുക എന്നാണ് കവി പറയുന്നത്. നമ്മുടെ ആഗ്രഹം എന്ത് തന്നെയായാലും നമ്മൾ പുറത്ത് പറയാതിരുന്നാൽ കൂടിയും നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും അത് തന്നെയായിരിക്കും നിങ്ങളുടെ സുഹൃത്തിന്റെയും ആഗ്രഹം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു ഫ്രണ്ട് ഉള്ള ഒരാളുടെ ലൈഫ് എന്ന് പറയുന്നത് സുരക്ഷിതമായിരിക്കും എന്നാണ് കവി പറയുന്നത്. നമുക്ക് വൺസ് മോർ ഒന്നും കൂടി വായിക്കാൻ പോയാം. എ ഫ്രണ്ട് ഈസ് ഓൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രിഫ് ആൻഡ് കെയർ. ഹി കംസ് ബൈ ചാൻസ് ബട്ട് സ്റ്റേസ് മൈ ചോയ്സ്. യുവർ പ്രൈസസ് ഹി ഈസ് ക്വിക്ക് ടു വോയിസ്. നോ ഗ്രീവിയസ് fault or passing whim can make an enemy of him, and though your need be great or small, his strength is yours throughout it all. No matter where your path may turn, your welfare is his chief concern. No matter what your dream may be, he prays your time soon to see. There is no wish your tongue can tell, but what it is your friends as well. The life of him who has a friend is double guarded to the end. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പോയം. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കവിത മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.